പനി, ജലദോഷം, കഫംകെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി കാണിക്കുക. അത് വെച്ചുകൊണ്ടിരിക്കരുത്, കുറേ രോഗങ്ങൾ വരും. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണിച്ച്. കമൻ്റ് ഒന്നും മറന്നിട്ടില്ല, കമൻ്റ് കണ്ടിരുന്നു. അപ്പോൾ ഓരോ വെള്ളിയാഴ്ച കണ്ടിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ. അതായത് ഒരു വെള്ളിയാഴ്ച അപ്ലോഡ് ചെയ്താൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ച അപ്ലോഡ് ചെയ്യും. അങ്ങനെ ആയിരിക്കും ഇനി വീഡിയോസ് ഇടാനായിട്ട് പോവുക. അപ്പോൾ എന്തായാലും സബ് ചെയ്യുക. സബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1, 2, 3, 4 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഈ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ അവർ ഫുഡ് കഴിക്കാനായിട്ട് വരാണ്. അപ്പോൾ കുറേ സംഭവങ്ങൾ അവിടെ പൊട്ടിയിട്ടുണ്ട്, പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ചോദിക്കാണ്, ഞാൻ ഇത് ശരിയാക്കട്ടെ എന്ന് ചോദിക്കാണ്. നന്ദി, ഇത് ശരിയാക്കിക്കോ എന്ന് പറയാണ്. അവൻ്റെ അടുത്ത് ഒരു വെള്ള കളറിലുള്ള ഡീമുണ്ട്. അതിട്ട് വെള്ള പെയിൻ്റ് അടിക്കും. അതായത് ഒരു കറുപ്പ് ഡീമുണ്ട്. അതിട്ട് അവന് പലക ശരിയാക്കും. അതായത് പഴയപടി ആ പലക ആക്കുന്നതാണ്. പിന്നെ അതേപോലെ എല്ലായിടത്തും അവന് അതായത് എവിടേക്ക് കേട് വന്നിട്ടുണ്ടോ അതൊക്കെ നേരാക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനിമേ റൈറ്ററാണ്. അതായത് ആനിമേ റൈറ്ററിൻ്റെ മാതിരിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആളാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആനിമേ റൈറ്ററിനുള്ള അതേമാതിരിയുള്ള ഒരു പവറുള്ള ഒരാൾ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇവൻ്റെ പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ കണ്ട മാതിരി പൊട്ടിയ സാധനം നേരാക്കുക, അത് റെഡിയാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതാണ് ഇപ്പം എൻ്റെ പവർ. അപ്പോൾ ഇവർ ആ നന്നാക്കിയ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി നോക്കുകയാണ്, എങ്ങനെയൊക്കെയുണ്ടെന്ന് പോയി നോക്കുകയാണ്. പറയാൻ വിട്ടുപോയി, നിങ്ങൾ ഒന്ന് ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ലൈക്ക് അടിച്ചേക്കെന്നാൽ കൂടുതൽ ആൾക്കിലേക്ക് എത്തും. കഥയിലേക്ക് തിരിച്ചു വരാം. സോറി, ഇക്കാറ് എന്നാണ് ഇവൻ്റെ റിയൽ നെയിം. അപ്പോൾ ഇവൻ്റെ റിയൽ നെയിം ഇക്കാറ്, ഇവൻ്റെ പേര് ആസ്മ, ഇവൻ്റെ പേര് ജിന്ന്. അങ്ങനെ മൂന്നാളെ പേരും പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ നേരത്തെ തന്നെ നമുക്കറിയാം ഇവർ മൂന്നാളും നമ്മൾ പരിചയപ്പെട്ടതാണ്. അതുകൊണ്ട് അങ്ങനെ അവിടെ സീൻ കട്ട് ചെയ്ത് അവരിനി ഫുഡ് കഴിക്കാനായിട്ട് പോവുക എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ചെറിയ എന്താ പറയുക ഡീമൻസ് വന്നിട്ട് അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു ഫുഡ് കഴിക്കാനും ഡീമൻസിനോട് ഫുഡ് കഴിക്കാനായിട്ട് നോർമൽ മനുഷ്യന്മാരെ കഴിക്കുന്നവർക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഡീമൻസിനോട് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ എല്ലാവരും ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് എല്ലാവരും നേരെ ഇരുന്നിട്ട് അവർ ചോദിക്കുകയാണ്. അതായത് ജിന്ന് ടെററോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്, യൂറോ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി, ലൊക്കേഷൻ എങ്ങനെ മനസ്സിലായി? ടെറ പറയാണ് അതൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് ടെറ പറയാണ്. ഇന്നലെ രാത്രി ഇവിടെ ഡീമേഴ്സൊക്കെ വന്ന് അറ്റാക്ക് ചെയ്തിരുന്നു എന്ന് ജിന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടെറ പറയാണ് ഇസാക്കി വില്ലേജിൽ നിന്ന് എന്തിന് അറ്റാക്ക് ചെയ്യണം എന്ന് ചോദിക്കുകയാണ് ടെറ. അപ്പോൾ ജിന്ന് പറയാണ് ഇസാക്കി വില്ലേജിൽ നിന്നല്ലാതെ പിന്നെ ഈ എവിടുന്നായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത് പറയാണ്. അപ്പോൾ നമ്മളെ അന പറയാണ്, അതായത് ഇസാക്കി വില്ലേജിൽ നിന്നും യൂറോ വന്നപ്പോഴാണ് ഇസാക്കി വില്ലേജിൽ നിന്നും അറ്റാക്ക് ഉണ്ടാവുക എന്ന് ഈ നമ്മളെ അന പറയാണ് ചെയ്യുന്നത്. ഡോക്ടർ ഉണ്ടായതുകൊണ്ട് ചോദിച്ചാന്ന് പറയാണ്. പിന്നീട് പറയാണ് ഇവിടെ നിന്നെ നല്ല രീതിക്കാണ് നോക്കിയെന്ന് ചോദിക്കുകയാണ്. അത് എന്നെ നല്ല രീതിക്കാണ് നോക്കിയിട്ടുള്ളത് എന്ന രീതിക്ക് പറയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്നാൽ നിനക്ക് ഒരു ഡീമൻസിൻ്റെ നല്ല രീതിക്ക് ഫൈറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നീ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു എന്ന് പറയണേ. അതെ, എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണത് തന്നെയാണ് കുറച്ചും കൂടി സേഫായിട്ടുള്ള കാര്യം, ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണത് തന്നെയാണ് എന്ന് പറയാണ്. ജോറോട് ചോദിക്കണം നിൻ്റെ അപ്പ ഇമ്മ ഇപ്പോൾ സന്തോഷമായിരിക്കേ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ് സന്തോഷമായിട്ടാ, ഇപ്പോൾ അവർ ഒരു അപകടത്തിന്ന് പെട്ടെന്ന് കാണാതായി എന്ന രീതിക്ക് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വില്ലേജിൽ നിന്നപ്പോൾ എന്നോടാരും ഈ ന്യൂസൊന്നും പറഞ്ഞിട്ടില്ല. ഞാനൊന്നും കാരണമല്ല, കാരണം കാണാതായതിന് ഞാൻ കാരണമല്ല എന്ന രീതിക്ക് പറയുകയാണ് ചെയ്യുന്നത്. ശികാജി വില്ലേജിൽ നിന്നും ഞാനിപ്പോൾ ഒന്നും എടുത്തിട്ടില്ല, ഞാൻ യൂറോ മാത്രം കൊണ്ടുപോകാനാണ് വന്നിട്ടുള്ളത്. സോ എൻ്റെയൊക്കെ അതായത് കത്തി അങ്ങനത്തെ ഒന്നും തന്നെയല്ല, ഞാൻ യൂറോ കൊണ്ടുപോകാൻ മാത്രമാണ് വന്നിട്ടുള്ളത് എന്ന് പറയാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടെറ പറയാൻ ചെയ്യുന്നത്, അതായത്
ടയറല്ല ജിന്ന് പറയുന്നത് ബ്രേക്കും ഇതും തമ്മിൽ, അതായത് ബ്രേക്ക് സ്റ്റീലും ഒന്നായാൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മൾ മാസ്റ്ററാണ് സംസാരിക്കുന്നത്. ബ്രേക്ക് ആൻഡ് സ്റ്റീൽ, അതായത് ഈ ഒരു സംഭവം നമ്മൾ ഇല്ലാതാക്കാനാണ് ആ വില്ലേജ് ഒന്ന് നോക്കുന്നത്. ആ വില്ലേജ് നീക്കം ചെയ്യാനാണ് നമ്മൾ നോക്കുന്നതും. ആ വില്ലേജിൽ ഇപ്പോൾ ബ്രേക്കും ഇതുണ്ടെങ്കിൽ തന്നെ, അത് ഇരുട്ടിനും പകലിനും ഉണ്ടെങ്കിൽ തന്നെ, അതായത് ഈ ഒരു ബ്രേക്ക് എന്ന പവർ നമ്മൾ ഇല്ലാതാക്കും. എൻ്റെ ബ്ലഡ് ആണെങ്കിലും, അതായത് മോശപ്പെട്ട കാര്യങ്ങൾക്ക് ഈ രണ്ട് ആൾക്കാരും ബ്രേക്ക് എന്ന പവർ തിരിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ തന്നെ പറ്റില്ല. അതുകൊണ്ട് ഈ പവർ തന്നെ ഞാൻ ഇല്ലാതാക്കാനായിട്ട് നോക്കും. അതായത് ഇപ്പോൾ ഒരു വട്ടം കൂടി ഞാനിപ്പോൾ ആ സംഭവം ഒന്ന് പറഞ്ഞു തരാം. അതായത് നമ്മൾ ബ്രേക്ക് എന്ന പവറും സ്റ്റീൽ എന്ന പവറും ഉണ്ടായത് ഈ ഒരു വില്ലേജിൽ നിന്നാണല്ലോ. അപ്പോൾ ആ വില്ലേജ് തകർക്കാൻ, നീക്കം ചെയ്യാനാണ് നോക്കുന്നത്. അത് ഈ വില്ലേജിൻ്റെ ബ്ലഡ് ആയതുകൊണ്ട് തന്നെ ഇയാൾ വില്ലേജ് തകർക്കാനാണ് നോക്കുന്നത്. പിന്നെ നമ്മളെ ആസ്മ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ബ്രേക്ക് എന്ന പവറും നല്ല കാര്യത്തിന് ഉപകാരപ്പെടുമല്ലോ, അത് നല്ല കാര്യത്തിന് ഉപകാരപ്പെടും. അതായത് ഈ ബ്രേക്ക് എന്ന പവറിന് തുറക്കാനേ നമ്മളൊരു സംഭവം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അത് കൺട്രോളിൽ നിൽക്കുമെന്ന് പറയാണ്. സ്റ്റീൽ എന്ന പവറും കൺട്രോളിലായിരിക്കും എന്ന് പറയാണ് ചെയ്യുന്നത് അവിടെ. അപ്പോൾ യൂറോ നമ്മളെ ടീമിനോട് ചോദിക്കുകയാണ്, അതായത് ഈ പവറിനെ പറ്റിയിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഡീമൻസ് പറഞ്ഞു കൊടുക്കുകയാണ്, അതായത് ഈ ബ്രേക്ക് എന്ന പവർ അൺലോക്ക് ആയാൽ, ഇനി സ്റ്റീൽ എന്ന പവർ അൺലോക്ക് ആയാൽ ചിലപ്പം എന്തെങ്കിലും സംഭവിച്ചേക്കാം എന്ന് പറയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ ആസക്കിട്ട് പറയാണ്, നീ വില്ലേജിൽ വന്നത് ശരി, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും നീ കൊന്നു, എൻ്റെ കുടുംബം പോലെ വിചാരിച്ചിരുന്ന എല്ലാവരും നീ കൊന്നു. അതൊന്നും എനിക്ക് ഞാൻ മനസ്സിൽ വെക്കുന്നുണ്ട്. നീ എന്തിന്, നമ്മൾ എങ്ങനെ വരണം നമ്മളല്ലേ വിചാരിക്കേണ്ടി, അവരില്ലല്ലോ എന്ന രീതിക്ക് നമ്മളെ ഈ ആസനോട് പറയുകയാണ് ചെയ്യുന്നത്. പിന്നെ ഡറനോട് പറയുകയാണ്, അതായത് നമുക്ക് ഏത് വില്ലേജാണോ, കകുമരി വില്ലേജ് ആണെങ്കിലും, അതുപോലെ തന്നെ നമ്മളെ കകുമരി ക്ലാൻ ആണെങ്കിലും ഗാഷി ക്ലാൻ ആണെങ്കിലും, അത് എല്ലാവരോടായിട്ട് പറയണം, ഇത് ഞാൻ ഏണ്ടും ഓടി പോകത്തില്ല, ഇത് എൻ്റെ ജീവിതമാണ്, അതുകൊണ്ട് ഞാൻ എല്ലാവരും ഓടിപ്പോയില്ല, ഏണ്ടും ഓടിപ്പോയില്ല. സോ എന്നെ കില്ല് ചെയ്യാൻ വന്നാൽ ഞാൻ എന്തായാലും ചാവണ വരെ കൊന്നിരിക്കുമെന്ന് പറയണേ. ആസ എന്താ നീ പറയുന്നത്, എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് നീച്ച് വരാണ് ചെയ്യുന്നത്. ആസ ചോദിക്കുകയാണ്, നീ എന്താണ് പറയുന്നത്? നീ ഒരാളെ ഏതെങ്കിലും ആളുടെ അടുത്ത് പട്ടുവെക്കണം, അപ്പോൾ നീ ഇതൊന്നും ഉണ്ടാവില്ല, അപ്പോൾ നീ അവിടുന്ന് ഓടിപ്പോവാനേ നോക്കുള്ളൂ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഡീമൻസ്, അതായത് ലെഫ്റ്റിനും റൈറ്റിനും ചോദിക്കുകയാണ്, ഇപ്പോൾ എനിക്കൊരു ബുദ്ധിയൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ലെഫ്റ്റിനും റൈറ്റും പറയാണ് ഫൈറ്റ് ചെയ്യണം എന്ന രീതിക്ക് പറയാണ്. ഡീമൻസ് പറഞ്ഞതാണ് ശരിയെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ ഇവരോട് ഇതിൻ്റെ മെയിൻ ആൾ പറയുകയാണ് ചെയ്യുന്നത്, അതായത് എന്താണ് നീ എന്തൊക്കെയാണ് നീ പറയുന്നത്, നീ അപ്പോൾ യൂറോ പറയാണ്, അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ ഈ എൻ്റെ വില്ലേജ് വന്നിട്ട് കുറേ ആൾക്കാരെ കൊന്നിട്ടുണ്ട്, അതായത് എൻ്റെ വില്ലേജ് വന്നിട്ട് നിങ്ങൾ ഫാമിലി പോലെ കരുതുന്ന കുറേ ആൾക്കാരെ നിങ്ങൾ കൊന്നു, അതുകൊണ്ട് ഞാൻ എന്തായാലും നിങ്ങളുടെ ഭാഗത്ത് ചേരത്തില്ല, ഈ ഇത്രയും ചെയ്തതിന് ഒരുപാട് നന്ദി, പിന്നെ എൻ്റെ അപ്പായും അമ്മായും കണ്ടുപിടിച്ച് തരുന്നതിന് ഒരുപാട് നന്ദി, ഞാനെന്തായാലും നിങ്ങളുടെ ഭാഗത്ത് ചേരില്ല എന്ന രീതിക്ക് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ടീമേഴ്സിനോട് പറയാണ്, ഇവരെ നോക്കിക്കോണം എന്ന രീതിക്ക് ടീമേഴ്സിനോട് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതായത് അവൻ ചിന്തിക്കുകയാണ്, ബാരലിൻ്റെ ഉള്ളിൽ
ആണ് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അന്നും ബാരലിൻ്റെ പോലത്തെ ഉള്ളിലും ഇന്നും അതേപോലത്തെ ബാരലിൻ്റെ ഉള്ളിലും എന്ന രീതിക്ക് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഒരപ്പനും മനും ഫോട്ടോ കാണിക്കുന്നത്. അത് കണ്ടിട്ട് എന്ത് ഫോണിൻ്റെ ഉള്ളിലാണ്, ഞാനിപ്പോഴാണ് ഇത് കാണുന്നത് എന്ന രീതിക്ക് പറയുകയാണ്. അങ്ങനെ ഇവറിൻ്റെ ആനൻ്റെ ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് എന്ന രീതിക്ക് പറയുകയാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത മാതിരിയൊക്കെയാണ് പറയുന്നത്. ഡറൻ്റെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ പറയാണ്. അങ്ങനെ അവർ എല്ലാവരും ഫോട്ടോ എടുക്കാൻ. അതിൽ പക്ഷേ ഡീമൻസിനെ കുടുങ്ങിയിട്ടില്ല. ഡീമൻസിനെ ഫോട്ടോത്തിൽ കൂടുന്നില്ല. നമ്മൾ യൂറോ ഫോം അടിച്ചിട്ട് നോക്കുകയാണെങ്കിൽ അപ്പായന്മാരും കുറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഫോട്ടോ കാണുന്നതെന്ന് പറയാണ്. അപ്പോൾ നീ അഡ്രസ്സ് പറയും, ഞാൻ ഫോട്ടോ അയച്ചു തരാം എന്ന രീതിക്ക് പറയാൻ ചെയ്യുന്നത്. അപ്പോൾ ഡയറ പറയാൻ അഡ്രസ്സൊന്നും അയക്കാൻ പറ്റിയിട്ടാണ്. അപ്പോൾ സാഡാവുന്നത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അപ്പാനോ കണ്ട് എന്തെങ്കിലും ലേക്ക് കിട്ടിയാൽ അറിയിക്കണമെന്ന് പറയാണ്. അപ്പോൾ അതെങ്ങനെ അറിയിക്കാം, നമുക്ക് നിങ്ങൾ ഫോൺ നമ്പർ, അതായത് ഡയറയുടെ ആരുടെയും ഫോൺ നമ്പർ തന്നൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡയറ പറയാണ് അതൊന്നും തരാൻ പറ്റില്ല എന്ന രീതിക്ക് പറയാണ്. ഒരു മെയിൽ പോലെ അയക്കാൻ പറ്റിയ സംഭവം കൊടുക്കുകയാണ്, അതായത് ഒരു കാർഡ് കൊടുക്കുകയാണ്. അതായത് ഗേൾസ് വാറൻ്റ് പോലത്തെ സംഭവം ഒരു കാർഡ് കൊടുക്കുകയാണ്. അപ്പോൾ എന്തും കിട്ടും എന്ന് പറയാണ്. കാർഡ് എന്തും കിട്ടുക, എന്താണ് വരേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഡയറ പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹീറോ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹീറോനോട് പറയാണ്, അതായത് നമ്മൾ അപ്പം നിന്നെ ആ വില്ലേജിൽ നിന്ന് കൊണ്ടുവരണമെന്ന് കരുതിയിരുന്നു. പിന്നീട് ആ വില്ലേജിൽ എന്തോ ഒരു കിളവിൻ്റെ പേരെന്തോ കിളവി വന്നിട്ട് നിന്നെ അവിടെ പിടിച്ച് വെച്ചിരുന്നു എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിന്നെ കൂട്ടിയിട്ട് വരാൻ പറ്റില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ശരി ഞാൻ പോകണമെന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് ബാരൽ പുറത്ത് വന്നാണ്ട് കെട്ടിപ്പിടിച്ചാണ്ട് പുറത്ത് കൈ വെച്ചാണ്ട് ഓരോ കാര്യം പറയാണ്. നീ നന്നായിട്ട് വാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ മുട്ടുത്തിയാണ്ട് ഇതാണ് എൻ്റെ ശരിക്കത്തെ ആശ തന്നെയാണ് ഇത് എന്ന് പറയാണ്. അപ്പോൾ ചെറിയൊരു ചെറുപ്പത്തിൽ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് എൻഡാകുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കുറേ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടാവും, മനസ്സിലാവാത്തത് ഞാൻ പറഞ്ഞു തരാം. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം, അത് കേട്ടിട്ട് പോവാം. ഡൗട്ടുണ്ടാവും, ഞാൻ പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ ബ്രേക്ക് എന്ന പവറും ഷെയിൽ എന്ന പവറും ഒന്നാവും. അങ്ങനെ ആ പവറുകൾ ഒന്നായി കഴിഞ്ഞാൽ കുറേ വില്ലേജുണ്ട്, കഗിമോരി വില്ലേജ്. അപ്പോൾ തന്നെ കുറേ അധികം വില്ലേജുകളുണ്ട്. അങ്ങനെ ആ വില്ലേജിൽ നിന്നൊക്കെ ടീംസ് ഉണ്ടാവാതെ കുറേ ദിവസത്തിന് ശേഷമാണ് ഈ രണ്ട് ടീംസ് ഉണ്ടാകുന്നത്. അങ്ങനെ ഈ ഒരു പവറിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട്, അതായത് ഈ പവർ എടുക്കാനായിട്ട്. അങ്ങനെ ഈ പവർ, അതായത് സ്റ്റീലും ബ്രേക്കും ഒന്നായി കഴിഞ്ഞാൽ ഈ ലോകത്ത് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഈ പവർ കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകം വേൾഡ് തന്നെ നമുക്ക് കൈക്കുള്ളിലാക്കാനായിട്ട് പറ്റും. ആ രണ്ട് പവർ കിട്ടിക്കഴിഞ്ഞാൽ ഇനി കൂടുതൽ എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും ലൈക്കുക. ഞാൻ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാകത്തുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു തരാനായിട്ട് കമൻറ്റിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവാത്തത് നമുക്ക് കമൻറ്റിലൂടെ പറഞ്ഞു തരാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും കമൻറ്റ് ഇടാനായിട്ട് നോക്കാം. ഹൈപ്പ് ചെയ്യാം. അപ്പോൾ ഇനിയും നമ്മൾ ഇതിൻ്റെ സീസൺ 1 അങ്ങനെ 8ാമത്തെ എപ്പിസോഡ് കഴിയാണ്. 9ാമത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരുന്നവരെ ബായ്. എന്തായാലും ഇത്ര കണ്ടല്ലായിരുന്നു നമ്മുടെ എപ്പിസോഡ് അറിയാം. എന്തായാലും വെള്ളിയാഴ്ച നമ്മൾ എപ്പിസോഡ് ഇടുകയുള്ളൂ.